നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് എളുപ്പത്തിൽ എൽ സി എമ്മും എച്ച് സി എഫും ഒരുമിച്ച് എങ്ങനെ കണ്ടുപിടിക്കാം അതാണ് നോക്കുന്നത്. ഇപ്പോൾ ഈ 3 നമ്പേഴ്സിൻ്റെ എച്ച് സി എഫ് കാണണം. അതിനായിട്ട് എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ ഉസാഖ. അതിനായിട്ട് ചെയ്യുന്നത് ഇതിനെ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ 2 ആണ്. 2 കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 4, ഇവിടെ 6, ഇവിടെ 8. ഇനി എല്ലാറ്റിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ വീണ്ടും 2 ഉണ്ട്. അപ്പോൾ 2, 3, 4. ഇനി എല്ലാറ്റിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, എല്ലാറ്റിനും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എച്ച് സി എഫ് അല്ലെങ്കിൽ ഉസാഖ എന്ന് പറയുന്നത് ഈ 2 നമ്പർ ഇൻറ്റു ചെയ്തതാണ്. 2 × 2 4 അതിൻ്റെ ആൻസർ. ഇനി എൽ സി എത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ മതി. ഇനി ഇതിലെ ഒന്നിലധികം നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഇതിൽ ഒരു 2 ഇതിലില്ല. അപ്പോൾ അതുപോലെ തന്നെ താഴോട്ട് എഴുതുന്നു. ഇതിൽ 2 കഴിഞ്ഞു. ഇനി ഇതെല്ലാം അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സോ ഒന്നോ ആയി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിൻ്റെ എൽ സി എം എന്ന് പറയുന്നത് ഈ സംഖ്യകളെല്ലാം കൂടെ ഗുണിക്കുന്നതാണ്. ഇതിനെയാണ് എൽ സി എം അല്ലെങ്കിൽ ലസാഗു എന്ന് പറയുന്നത്. 2 × 3 6, 6 ഇതെല്ലാം കൂടെ ഗുണിച്ച് കഴിഞ്ഞാൽ 8, 6 × 8 48. ഇതാണ് ആൻസർ. ഏതൊക്കെയാണ് ഗുണിച്ചത്? 2 × 2 × 2 × 1 × 3 × 2 ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്യുക. ആൻസർ 48 കിട്ടും. ഇങ്ങനെ എൽ സി എഫും എച്ച് സി എഫും ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിളും കൂടെ ചെയ്ത് നോക്കാം. നോക്കിയേ, അടുത്തൊരു എക്സാമ്പിൾ കൂടെ ചെയ്ത് നോക്കാം. ഒരു 12, 18, 24 ഇങ്ങനെ 3 നമ്പറുകൾ തന്നു. ഇതിൻ്റെ എൽ സി എം എച്ച് സി എഫ് രണ്ടും ഒരുമിച്ച് എങ്ങനെ കാണാം? ഇതിനെ 2 കൊണ്ട് എല്ലാത്തിനെയും 2 കൊണ്ട് ഹരിക്കാം. സോ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ 6, ഇവിടെ കിട്ടുന്നത് 9. 2 കൊണ്ട് ഹരിക്കാന്ന് പറയുമ്പോൾ പകുതി എടുത്താൽ മതി. അപ്പോൾ ഇവിടെ 12. ഇനി 3 സംഖ്യകളെയും കോമൺ ആയിട്ട് പൊതുവായിട്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ 2 ഇല്ല, 3 ഉണ്ട്. 3 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, 3 12. ഇനി എല്ലാറ്റിനെയും 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, എല്ലാ സംഖ്യകളെയും 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, എല്ലാ സംഖ്യകളും 4 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. കഴിഞ്ഞു. അപ്പോൾ ഇതിനെയാണ് ഇതിൻ്റെ എച്ച് സി എഫ് അല്ലെങ്കിൽ ഉസാഖ എന്ന് പറയാം. അതായത് 2 × 3 6 ഇതിൻ്റെ എച്ച് സി എഫ് കിട്ടുന്നത്. എച്ച് സി എഫ് ഉസാഖ. ഇനി എൽ സി എത്തിന് ഇതിനെ ബാക്കി കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. ഇതിന് ഒന്നിലധികം സംഖ്യകളെ നമുക്ക് 2 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 2 എത്ര 2 ഉണ്ടെന്ന് നോക്കി ആൻസർ വരുമ്പോൾ 1. 3 ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ താഴോട്ട് എഴുതി. അടുത്തത് ഇതിൽ 2 തവണ. അപ്പോൾ ആൻസർ നോക്കിയേ. ഇനി ഇതെല്ലാം ഒന്നും അഭാജ്യ സംഖ്യകളുമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പണി കഴിഞ്ഞു. ഈ സംഖ്യകളെ ഗുണിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതിനെയാണ് ഇതിൻ്റെ എൽ സി എം എന്ന് പറയാം. 6, ഇവിടെ 4, 3 12 അല്ലേ? 12 × 6 അതാണ് ആൻസർ. 12 × 6 ആൻസർ 72 എന്ന് കിട്ടും. ആൻസർ കിട്ടിയിരിക്കുന്നത് 2 × 3 × 2 × 1 × 3 × 2 ചെയ്താൽ കിട്ടുന്നതാണ് ആൻസർ. അപ്പോൾ ഏത് വലിയ സംഖ്യകളുടെയും എൽ സി എമ്മും എച്ച് സി എഫും കാണാൻ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് രണ്ടും സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എൽ സി എം എച്ച് സി എഫും മനസ്സിലായ കുട്ടികൾക്ക് മാത്സിലെ കാൽക്കുലേഷൻസ് വളരെ ഈസി ആവും. പ്രത്യേകിച്ച് ഫ്രാക്ഷൻസിൻ്റെ ഭിന്നസംഖ്യകളുടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.